ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം കണ്ടെത്തി അവരുടെ രാജ്യത്തേക്ക് തിരിച്ചയക്കണം എന്ന ആവശ്യം ശക്തമായിരുന്നു. അതനുസരിച്ച് രാജ്യത്താകമാനം തിരച്ചിലുകൾ നടത്തിയിരുന്നു. ഏകദേശം 2000-ഓളം പേരെ രാജ്യത്ത് നിന്ന് തന്നെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ പട്ടിക പരിശോധിച്ചാൽ അവിടെ വളരെ ഗുരുതരമായ ഒരു വിവരം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പട്ടികയിൽ കേരളത്തിൽ നിന്നും തിരിച്ചയച്ച ഒരാൾ പോലുമില്ല. അപ്പോൾ നാച്ചുറലായും അവിടെ ഒരു സംശയം ഉയരും. കേരളത്തിൽ എന്താണ് അത്തരത്തിലുള്ള ബംഗ്ലാദേശികളൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണോ കേരളം? ബംഗ്ലാദേശി വിമുക്ത സംസ്ഥാനമാണോ കേരളം? അങ്ങനെ അല്ല എന്നുള്ളത് നമുക്ക് കൃത്യമായി അറിയാം. പെരുമ്പാവൂരും മറ്റു പല സ്ഥലങ്ങളിലും അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന പേരിൽ കഴിയുന്നവരിൽ അധികവും ബംഗ്ലാദേശികളാണ് എന്നുള്ളത് പലതവണ ഇവിടെ നടന്ന പല ക്രിമിനൽ കുറ്റങ്ങളിലൂടെ തെളിയിക്കപ്പെട്ടിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇത്തരത്തിൽ ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരെ ബംഗ്ലാദേശിലേക്ക് തിരിച്ചുവിടുമ്പോൾ കേരളത്തിൽ അത്തരക്കാർ ഇല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പക്ഷേ കേരളം ഇക്കാര്യത്തിൽ അതിന് അനുസരിച്ചിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാത്തത് കൊണ്ടാകും, അല്ലെങ്കിൽ കേരളം അത് പുറത്ത് പറയാത്തത് കൊണ്ടാകും. അങ്ങനെ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നമുക്ക് പറയാൻ സാധിക്കുക. എന്തായാലും കേരളത്തിൽ നിന്ന് ഒരാൾ പോലും ഈ ലിസ്റ്റിൽ പെട്ടിട്ടില്ല എന്നത് ഗൗരവകരമായ ഒരു സംഗതി തന്നെയാണ്. ആരാണ് ഇവരെ സംരക്ഷിക്കുന്നത്? കേരളത്തിൽ ഇത്തരത്തിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരെ സംരക്ഷിക്കാൻ താല്പര്യം ആർക്കാണ് എന്ന ചോദ്യം ഇവിടെ ശക്തമായി ഉയരുകയാണ്. ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് സുരക്ഷിത താവളമായി കേരളം മാറുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്കായി രാജ്യവ്യാപകമായി തെരച്ചിൽ നടത്തിയിരുന്നു. പിന്നാലെ ഇവരെ തിരിച്ചയച്ചു. എന്നാൽ തിരിച്ചയച്ചവരുടെ പട്ടികയിൽ കേരളത്തിൽ നിന്ന് പിടികൂടിയ ഒരാൾ പോലും ഉൾപ്പെട്ടിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ എറണാകുളം റൂറൽ മേഖലയിൽ പോലീസ് നടത്തിയ ഓപ്പറേഷൻ ക്ലീൻ പരിശോധനകൾ പാതി വഴിയിൽ നിർത്തി. 2000-ഓളം ബംഗ്ലാദേശികളാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം മടക്കിയച്ചത്. നുഴഞ്ഞുകയറ്റക്കാർക്കായി നേരത്തെ തന്നെ ആരംഭിച്ചിരുന്ന പരിശോധനകൾ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം കടുപ്പിക്കുകയായിരുന്നു. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ത്രിപുര, മേഘാലയ, അസം സംസ്ഥാനങ്ങളിൽ എത്തിച്ചേർന്ന് ഇവരെ അതിർത്തി കടത്തിയത്. വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉണ്ടാക്കി കൊടുക്കുന്ന ധാരാളം ലോബികൾ കേരളത്തിലുണ്ട് എന്ന് നമുക്ക് തള്ളിക്കളയാനാകില്ല. ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഭീകരന്മാർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനങ്ങളും സജീവമാണ്. കേരളം ബംഗ്ലാദേശികൾക്ക് സുരക്ഷിത താവളമായിട്ട് നാളുകളേറെയായി. വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ ബംഗ്ലാദേശികളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയും കേരളത്തിൽ ഇവർക്ക് സുരക്ഷിത താവളം ഒരുക്കുകയും ചെയ്തതിൽ മതഭീകരവാദികളുടെ പങ്ക് നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. 2020 സെപ്റ്റംബറിൽ NIA പെരുമ്പാവൂരിൽ നടത്തിയ റെയ്ഡിൽ 3 അൽ-ഖ്വയ്ദ ഭീകരവാദികൾ പിടിയിലായിരുന്നു. രാജ്യത്താകെ നടന്ന റെയ്ഡിൽ 9 പേർ പിടിയിലായതിൽ 3 പേർ പെരുമ്പാവൂരിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 10 വർഷത്തോളമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. അതിനെല്ലാം വിദേശ ഫണ്ടുകളും ലഭിച്ചിരുന്നു. എന്നാൽ പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെ രാജ്യത്ത് നിരോധിക്കുകയും ഇവരുടെ അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തതോടെ സാമ്പത്തിക സ്രോതസ്സുകൾ അടഞ്ഞ മതഭീകരവാദികൾ താൽക്കാലികമായിട്ടെങ്കിലും ഉൾവലിയുകയും ചെയ്തു. അതിനൊപ്പമാണ് അവരുടെ സംരക്ഷണയിൽ വ്യാജ തിരിച്ചറിയൽ രേഖകളിൽ കഴിഞ്ഞിരുന്ന ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരിൽ ചിലർ സംസ്ഥാനം വിട്ടതായിട്ടുള്ള സൂചനകൾ പുറത്തുവന്നത്. ബംഗാളികളായിട്ടായിരുന്നു എറണാകുളം, പെരുമ്പാവൂർ മേഖലകളിലെല്ലാം ബംഗ്ലാദേശികൾ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ബംഗ്ലാദേശികൾ ഒളിഞ്ഞു കഴിയുന്നില്ല എന്നത് ആർക്കും അങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. പോപ്പുലർ ഫ്രണ്ട് കേന്ദ്രങ്ങളിലെ റെയ്ഡിനും രഹസ്യാന്വേഷണ നിരീക്ഷണം ശക്തമാക്കിയതിനുമൊപ്പമാണ് പെരുമ്പാവൂർ മേഖലയിൽ നിന്ന് പലരും അന്ന് അപ്രത്യക്ഷരായത്. ആലുവ, കളമശ്ശേരി, മൂവാറ്റുപുഴ മേഖലകളും കർശന നിരീക്ഷണത്തിലായിരുന്നു. മുങ്ങിയവരുടെ വിവരങ്ങൾ വിവിധ അന്വേഷണ ഏജൻസികൾ ശേഖരിച്ചിരുന്നു. ബംഗാളികൾ എന്ന പേരിൽ കേരളത്തിലെത്തുന്ന ബംഗ്ലാദേശികളാണ് എന്നത് തള്ളിക്കളയാനാകില്ല. ഏകദേശം 1.5 പതിറ്റാണ്ട് മുമ്പാണ് സംസ്ഥാനത്ത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ കടന്നുവരവ് തുടങ്ങിയത്. നിർമ്മാണ മേഖലയിൽ ജോലി തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ട ഇവർ പിന്നീട് സമസ്ത മേഖലകളും കൈയടക്കി. ഇഷ്ടിക കമ്പനികൾ, അതുപോലെ കശുവണ്ടി ഫാക്ടറികൾ, ഹോട്ടലുകൾ, മരാമത്ത് പണികൾ, തെങ്ങ് കയറ്റം, മരം മുറിക്കൽ, ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾ, മത്സ്യബന്ധനം തുടങ്ങിയ എല്ലാ തൊഴിൽ മേഖലകളിലും അന്യസംസ്ഥാന തൊഴിലാളികളുണ്ട്. തൊഴിലുടമയും ഒപ്പമുള്ളവരെയും അരുംകൊല ചെയ്യുകയും കവർച്ച ചെയ്യുകയും ചെയ്തതുൾപ്പെടെ തൊഴിലാളികളുടെ എണ്ണം പെരുകിയതനുസരിച്ച് അവരുൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളും വർദ്ധിച്ചിരുന്നു. ഇതൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. കേരളത്തിലേക്ക് അതിഥി തൊഴിലാളികളുടെ വരവ് കൂടുതലാണ് എന്നറിയാം. ഇതെല്ലാം ഉള്ളപ്പോഴാണ് ഇവിടെ നിന്നുള്ള, രാജ്യത്ത് നിന്നുള്ള ഈ ഒരു പട്ടികയിൽ കേരളത്തിൽ നിന്നുള്ള ഒരൊറ്റ ആൾ പോലും ഉൾപ്പെട്ടിട്ടില്ല എന്നത് വളരെ ഗൗരവമായി നമ്മൾ എടുക്കേണ്ടത്. കാരണം ഒന്നുകിൽ സർക്കാർ അതിനു വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ല, അതിനെ അത്ര കണക്കാക്കിയില്ല, അതങ്ങനെ പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും. അല്ല എങ്കിൽ ഇവിടെ ബംഗാളികൾ അല്ലെങ്കിൽ ബംഗ്ലാദേശികൾ ഇല്ലാതിരിക്കണം. രണ്ടാമത് പറഞ്ഞ കാര്യം എന്തായാലും ഇല്ലാതുള്ളത് ഇവിടുത്തെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം. അപ്പോൾ ഇവിടെയുള്ള ബംഗ്ലാദേശികൾ എവിടെ? അവരെ ആരാണ് സർക്കാരിൻ്റെ കീഴിൽ നിന്നുകൊണ്ട് തന്നെ സംരക്ഷിക്കുന്നത് എന്നത് വേണം ഇപ്പോൾ ഉത്തരം കിട്ടേണ്ട ഒരു ചോദ്യമായി പൊതുസമൂഹം സർക്കാരിനോട് തന്നെ ഉന്നയിക്കേണ്ടത് എന്ന ആവശ്യം ശക്തമാവുകയാണ്. പെരുമ്പാവൂർ ഭീകരരുടെ ഒളിക്കേന്ദ്രമായി മാറട്ടോ കുറേ കാലമായി. ലഷ്കർ ഇ തോയ്ബ ദക്ഷിണേന്ത്യൻ കമാൻഡർ തടിയന്റെ വിട നസീർ മുതൽ ആന്ധ്ര സർക്കാർ തലയ്ക്ക് 10 ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്ന മാവോയിസ്റ്റ് നേതാവ് മല്ലരാജ റെഡ്ഡിയും ഭാര്യ സുഗുണയും വരെ ഒളിവിൽ താമസിച്ചത് പെരുമ്പാവൂരിലാണ്. റെഡ്ഡിയെ 2018 ആന്ധ്ര പോലീസ് അറസ്റ്റ് ചെയ്തത് പെരുമ്പാവൂർ നഗരത്തിലെ ഒരു വാടക വീട്ടിൽ നിന്നാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും പരിശോധന
പരിശോധന ഘടിപ്പിച്ചെങ്കിലും ഇപ്പോഴും കേരളം മെല്ലെപ്പോക്കാണ്. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഓപ്പറേഷൻ ക്ലീൻ എന്ന പരിശോധനയിൽ 40ഓളം ബംഗ്ലാദേശികളെ കണ്ടെത്തിയിരുന്നു. വിവിധ കേസുകളിൽ പ്രതികളായവർ ജയിലിലാണ്. വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഇവരിൽ നിന്നും കണ്ടെത്തിയിരുന്നു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനോ നടപടിയെടുക്കാനോ സംസ്ഥാന സർക്കാരിനോ പോലീസിനോ താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തെങ്കിലും കുറ്റകൃത്യത്തിൽ പിടികൂടുമ്പോൾ മാത്രമാണ് പോലീസ് ഇവരുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിക്കുന്നത്. എറണാകുളം ജില്ലയിൽ മാത്രം 100 കണക്കിന് പേരാണ് അനധികൃതമായി തങ്ങുന്നത്. രാജ്യവ്യാപകമായി നടപടി ഘടിപ്പിക്കുമ്പോഴും കേരളം മാറി നിൽക്കുന്നത് എന്തുകൊണ്ട്, ആർക്കു വേണ്ടി എന്ന ചോദ്യം ഉയരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാനസ്.